സംസ്ഥാന സർക്കാരിന്റെ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ മാത്രം ഇതുവരെ 16 കോടിയിലധികം വിൽപ്പന നടത്തിയെന്ന് മന്ത്രി ജി.ആർ. അനിൽ. 24 ലക്ഷത്തിലധികം പേരാണ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാനെത്തിയത്. 90% പേർ സൗജന്യ ഓണക്കിറ്റ് വാങ്ങിയെന്നും മന്ത്രി പറഞ്ഞു. 8 ദിവസത്തിനിടെ 24 ലക്ഷത്തിലധികം പേരാണ് സംസ്ഥാന സർക്കാരിന്റെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാനെത്തിയത്. കഴിഞ്ഞ ദിവസം വരെ ജില്ലാ ഫെയറുകളിൽ മാത്രം 3.75 കോടിയുടെ വ്യാപാരം നടന്നു. ഇതിൽ 2.2 കോടി രൂപയുടെ സബ്സിഡി സെയിലും 1.55 കോടി രൂപയുടെ നോൺ സബ്സിഡി സെയിലും നടന്നിട്ടുണ്ട്. പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമിടയിലുള്ള സപ്ലൈകോയുടെ തിരിച്ചുവരവ് ജനങ്ങൾ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തുവെന്ന് മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. ഈ നിലയിൽ നമുക്ക് ഓണത്തിന് ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിഞ്ഞു. അതുകൂടാതെ കൺസ്യൂമർ ഫെഡ് ആണെങ്കിലും കൃഷി വകുപ്പാണെങ്കിലും കുടുംബശ്രീ സംരംഭങ്ങളാണെങ്കിലും എല്ലാ കൂട്ടായ്മകളും ഓണം മാർക്കറ്റിൽ വില വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ഉണ്ടായതാണ് ഈ ഓണത്തിന് കണ്ട പ്രധാനപ്പെട്ടൊരു പ്രത്യേകത. അത് മലയാളികളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് വിലക്കയറ്റം കൺസ്യൂമർ സ്റ്റേറ്റായിട്ടും പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നത് നമ്മെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ദിവസങ്ങളായിട്ടാണ് കാണാൻ കഴിയുന്നത്. സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്ന് ടി.കെ. നായർ വ്യക്തമാക്കി. ഗുണനിലവാരമുള്ള പ്രോഡക്ട്സ് അമിത വില കൂടാണ്ട് ആളുകളിൽ എത്തിക്കുന്ന സപ്ലൈകോയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് ഈ ഉത്സവ അവസരങ്ങൾ. അടുത്ത കൊല്ലം ഇതിലും ഗംഭീരമായിട്ട് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പൊതുവിതരണ കേന്ദ്രത്തിൽ 47% ആളുകൾ സാധനം വാങ്ങിയിട്ടുണ്ട്. 90% പേരാണ് സൗജന്യ ഓണക്കിറ്റ് വാങ്ങിയത്. എല്ലാ കാർഡുകൾക്കും ചെമ്പാവരിയും സർക്കാർ ഉറപ്പാക്കി. ഒപ്പം കൺസ്യൂമർ ഫെഡും കൃഷിവകുപ്പും കുടുംബശ്രീ സംരംഭങ്ങളും മറ്റു കൂട്ടായ്മകളും മാർക്കറ്റിൽ വില വർദ്ധിക്കാതിരിക്കാനുള്ള ഇടപെടൽ നടത്തിയതോടെ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമായ ഒരു ഓണമായി മാറി ഇത്തവണത്തെ ഓണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.